എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രുതിയും മീരയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്യൂട്ടി പാർലർ. ഈ സമയത്താണ് അവരങ്ങോട്ട് കയറി വരുന്നത്. ആ മാഡം ശ്രുതിയുടെ സ്ഥിരം കസ്റ്റമറാണ് അവര്. അവരങ്ങോട്ട് വന്ന് കണ്ടപ്പോ തന്നെ ശ്രുതി പറഞ്ഞു, വാ മാഡം ഇരിക്കാൻ പറയാണ്. അതെ, സോറി കേട്ടോ ശ്രുതി, എനിക്ക് കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ഒരു സഹോദരൻ ആൻഡമാനിലുണ്ട്, അപ്പം ഞാൻ അങ്ങോട്ട് പോയിരിക്കുമായിരുന്നു. അത് കുഴപ്പമില്ല, സാരില്ല, മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വർഷത്തിൽ ഒന്ന് ഞാൻ അങ്ങനെ പോകുന്ന കൃത്യം ആ ദിവസം തന്നെ ആയിപ്പോയെന്ന് പറയാം. പിന്നീട് പറഞ്ഞു, നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. എന്താ മാഡം, ഫേഷ്യൽ ചെയ്യാനാണോ വന്നേ? അല്ല, ഫേഷ്യൽ ഒന്നും ചെയ്യണ്ട, ഒന്ന് ത്രെഡ് ചെയ്താൽ മതി. പിന്നെ ഒരു ഹെയർ ഒന്ന് സെറ്റ് ആക്കണമെന്ന് പറയാം. ശരി, കയറി വരാനും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ പോയി ചെയറിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ത്രെഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് ശ്രുതിയുടെ വരവ്. ശ്രുതി അങ്ങോട്ട് വന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ആ സ്ത്രീയെ കണ്ടത്. കാരണം അവരുടെ കമ്പനി കുറച്ചാള് ശ്രുതി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് ഉടക്കി പിരിയുക ചെയ്തേ. ഞാൻ നിങ്ങളുടെ കമ്പനിയെക്കാളും വലിയൊരു കമ്പനി ജോലി ചെയ്യും, അത് മാത്രമല്ല ഞാൻ സ്വന്തമായിട്ടൊരു കമ്പനിയുടെ മാനേജറായിട്ട് ഇരിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ തന്നെ കണ്ടാൽ ശരിയാവത്തില്ല, അവര് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അത് മാത്രല്ല, താൻ വെറും ഒരു കാർ ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മിക്കവാറും പുച്ഛഭാവത്തോടെ അവർ നോക്കാൻ വഴിയുള്ളൂ. അതുകൊണ്ട് ശ്രുതി പോയില്ല, ശ്രുതി പുറത്ത് തന്നെ നിൽക്കുക. ഈ സമയത്ത് ശ്രുതിയോട് അവര് ചോദിച്ചു, അല്ല വിവാഹമൊക്കെ കഴിഞ്ഞു, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നെന്ന് ചോദിക്കുക. കുഴപ്പമില്ലാന്ന് പറയാ. അല്ല, എന്റെ കമ്പനിയിൽ നിന്ന് അന്ന് ഉടക്കി പിരിഞ്ഞു പോയ അയാളെ തന്നെയല്ലേ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കുക. അതെ മാഡം, അയാളെ തന്നെയാന്ന് പറയാം. കുഴപ്പമൊന്നുമില്ലേ? കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാ. പിന്നീട് ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അല്ല, അയാൾക്ക് ജോലി ഉണ്ടോന്ന് ചോദിക്കണം. ജോലിയുണ്ട്, ഇപ്പൊ ഒരു കാർ ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ചെയ്യാന്ന് പറയാം. ഓഹോ, അങ്ങനെയാണോ? അല്ല, ഞാൻ വിചാരിച്ചു പുതിയ കമ്പനിയൊക്കെ തുടങ്ങി അതിന്റെ മാനേജറായിട്ട് ഇരിക്കുമായിരിക്കും എന്ന്. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞ്, കളിയാക്കിയതല്ലേ മാഡം? കളിയാക്കിയതല്ല, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞാട്ടോ, ആ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അന്ന് എന്നെ വെല്ലുവിളിച്ചിട്ടൊക്കെ പോയതാ. അയാൾക്ക് നല്ല കഴിവുണ്ട്, നല്ല ടാലന്റ് ഉണ്ട്, സ്വന്തമായിട്ടൊരു കമ്പനിയൊക്കെ വെച്ച് അതിനെ മാനേജറായിട്ട് ഇരിക്കാനുള്ള എല്ലാ യോഗ്യതകളും അയാൾക്കുണ്ടെന്ന് പറയാം. നല്ല പോരാത്തിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാം. ഈ സമയത്ത് പുറത്തു നിന്ന് ശ്രുതി വിചാരിച്ചു, തന്റെ കുറിച്ച് ഇത്ര മതിപ്പൊക്കെ ഉണ്ട് പുള്ളിക്കാരത്തി, ആ കമ്പനിയിൽ നിന്ന് താൻ ഇറങ്ങി പോന്നതാണെങ്കിലും. പിന്നീട് പറഞ്ഞു, അല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയില്ലെന്ന് ചോദിക്കുക. എവിടേക്കേ പോയെന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രുതി ഒന്ന് മീരേനെ നോക്കി. അപ്പൊ ശ്രുതി പറഞ്ഞു, ഇല്ല മാഡം, പോയില്ല എന്ന് പറഞ്ഞാൽ. അതെന്താ പോവാത്തെ? അല്ല, സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ലേ? അതെ, എനിക്ക് ഇവിടുത്തെ ജോലി തിരക്ക്, പിന്നെ ശ്രുതിക്കാണെങ്കിൽ ഇപ്പോഴും ഈ അടുത്താണ് ജോലി കിട്ടിയത്, അതുകൊണ്ട് പിന്നെ അങ്ങനെ ലീവൊന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പോയില്ല എന്ന് പറയാം. അതെ, ഇപ്പോഴൊക്കെ പോകാൻ പറ്റുള്ളൂ, പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ ഒരു കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പോക്കൊന്നും നടക്കില്ല. ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് പോകണ്ടതാ. അത് കുഴപ്പമില്ല മാഡം, പിന്നെ എപ്പോഴും സമയമുള്ളപ്പോൾ പോക്കോളാന്ന് പറയണേ. അതൊന്നും നമ്മൾ വെച്ചോണ്ടിരിക്കില്ല. ഇനിയിപ്പം നല്ലൊരു സ്ഥലമുണ്ട്, എവിടെയാണെന്നറിയോ? ആൻഡമാനില് ഞാൻ പോയതാ, നല്ല ഐലൻഡാന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞ് സെറ്റാക്കാന്ന് പറയാണ്. നിനക്ക് അങ്ങോട്ട് ഹണിമൂൺ ട്രിപ്പ് പോയാൽ പോരെ ചോദിക്കോ. ഇത് കേട്ടും ശ്രുതി ഒന്ന് അമ്പരന്ന്, ആൻഡമാനിലേക്കോ? അല്ല, അവിടെ വേണമെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ആയിക്കോളാം, അങ്ങോട്ട് തന്നെ പൊക്കോ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പിന്നെ ട്രാവലിംഗ് ചാർജ് ഒക്കെ നിങ്ങൾ വഹിച്ചാൽ മതി എന്ന് പറയാം. അങ്ങനെ ഒരു ഓഫർ കൊടുക്കുക. ശ്രുതിയുടെ കല്യാണത്തിന് വേണ്ടി കൂടുതലും ഞാൻ ചെയ്ത് തന്നുമില്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പം ശ്രുതിക്ക് തോന്നി, കൊള്ളാം, പക്ഷേങ്കിൽ എന്തോ ശ്രുതി പറഞ്ഞ് വേണ്ട മാഡം, അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയാം. ഈ സമയത്ത് പുറത്തുനിന്ന് ശ്രുതിക്കാണെങ്കിൽ പല്ലാത്തത്, ദൈവമേ ശ്രുതി എന്താ വേണ്ടാന്ന് പറയുന്നേ? അത് വേണമെന്ന് പറയാൻ തങ്ക് ആണ്ടമാലിലൊന്നും പോയി ചുറ്റി അടിക്കായിരുന്നു. ശ്രുതിക്കാണെങ്കിൽ എങ്ങനെയാലും ഒന്ന് ചുറ്റി അടിക്കാൻ പോയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയം ശ്രുതി പറഞ്ഞു, ഞാനൊന്നും ശരിയാകത്തില്ലെന്ന് പറയണ. അതെന്താ? ഇനിയിപ്പം ശ്രുതിയുടെ ഇഷ്ടം, ഇനി എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകാൻ തോന്നുവാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല എന്റെ സഹോദരൻ അവിടെ ഉണ്ടെന്ന്, അതുകൊണ്ട് ഒന്നിനും ഒരു കുറവും വരത്തില്ല എന്ന് പറയാം. ശരി എന്ന് പറയണം. അങ്ങനെ അവര് പോവാണ്. ഈ സമയത്ത് മീര ചോദിച്ചു, നിനക്ക് നല്ലൊരു ഓഫറാണല്ലോ കിട്ടിയത്, നിനക്ക് പോകാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? അതൊന്നും ശരിയാകത്തില്ല. അതെന്താ? ശ്രുതിയുടെ കാര്യം അറിയാലോ, ഇപ്പൊ തന്നെ ശ്രുതി ജോലിക്ക് കയറിയിട്ടുള്ളൂ. അങ്ങനെ കയറിയ സമയത്ത് ഇനിയിപ്പം അവിടുന്ന് ലീവ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുക. ഈ സമയത്ത് ആ മാഡം പുറത്തേക്ക് ഇറങ്ങുന്നത്. ശ്രുതി അപ്പം തന്നെ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്, തന്നെ കണ്ടാൽ ശരിയാവത്തില്ല. അവർ പോയതിന് ശേഷമാണ് പിന്നെ ശ്രുതി അങ്ങോട്ട് വരുന്നത്. ശ്രുതി അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് മീരയും ശ്രുതിയും തമ്മിൽ സംസാരം കേൾക്കുന്നത്. പെട്ടെന്ന് ശ്രുതി അവിടെ നിൽക്കും, അകത്തേക്ക് കയറാതെ. ഈ സമയം മീര പറഞ്ഞു, അല്ല നിങ്ങൾക്കുള്ള വേണമെങ്കിൽ ട്രാവലിങ്ങിന്റെ അതൊക്കെ ഞാൻ വഹിച്ചോളാം, പ്ലെയിൻ ടിക്കറ്റ് ഒക്കെ വേണം ഞാൻ ബുക്ക് ചെയ്തോളാം, ആ പൈസ ഒക്കെ ഞാൻ തന്നോളാം, കാരണം നിന്റെ കല്യാണത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്തു തന്നില്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞേ വേണ്ടേ, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാം. അതെന്താ? അല്ല, ഞാൻ പറഞ്ഞല്ലോ
സുധി ഇപ്പൊ ആണെങ്കിൽ ഒരു ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. പിന്നെ ആ ജോലിയും കൂടെ കളഞ്ഞിട്ടുണ്ടെങ്കിലോ ഇനി അത് ശരിയാവുന്ന കാര്യമാണോ? പിന്നീട് പറഞ്ഞതേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോഴൊക്കെ നിനക്ക് പോകാൻ പറ്റുള്ളൂ. പോകാൻ പറ്റുന്ന സമയത്ത് നീ പോണെന്ന് പറയാ. സുധിക്കാണ് ആകെപ്പാടെ കൺഫ്യൂഷൻ, പോണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ സുധിയുടെ കാര്യം ഓർത്തിട്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അത്ഭുതം തോന്നുക സുധി എങ്ങനെ ഈ ജോലിക്കകത്ത് ഇപ്പൊ പിടിച്ചു നിൽക്കുന്നുള്ള കാര്യം. സാധാരണഗതിയിൽ എവിടെ പോയാലും 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കാറുള്ളതല്ലോ. സാധാരണ സുധിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇന്റർവ്യൂവിന് പോകാനല്ലേ. ഇന്റർവ്യൂവിന് പോയിട്ട് വരും, അതാണല്ലോ സുധിയുടെ മെയിൻ ഹോബി എന്ന് പറയാം. ഇതൊക്കെ കേട്ടോണ്ട് പുറത്തേക്ക് സുധിക്ക് ദേഷ്യം വന്നു മീരയോട്. പക്ഷെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, നീ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട എന്റെ ഭർത്താവിനെ. അതെ, അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമുള്ള ഒരു ജോലി കിട്ടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കമ്പനിയിൽ പോയി അദ്ദേഹം പിടിച്ചിരിക്കാത്തത്. അപ്പൊ അദ്ദേഹത്തിൻ്റെതായ ഐഡിയാസ് ഒക്കെ ഇല്ലേ. അപ്പൊ നമ്മള് ഇങ്ങനെ അദ്ദേഹത്തെ ഒരു ജോലി ചെയ്യണം നിർബന്ധിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കാം. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞാല് നിനക്ക് ചേരും, എന്താളും നിന്റെ സ്വഭാവത്തിന് ചേരുന്ന ഒരാളെ കിട്ടിയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യ, നീ സുധിയായിട്ടൊന്ന് കൂടി ആലോചിച്ചിട്ട് ഇനിയിപ്പോ ആണ്ടുമാലിലേക്ക് പോകാനായിട്ട് എന്തൊരു തീരുമാനമായിട്ട് എന്നോട് പറ. ട്രാവലിംഗ് ചാർജൊക്കെ ഞാൻ തന്നോളാന്ന് പറയുന്നത്. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ നിനക്ക് വീട്ടിൽ നിന്ന് ഇപ്പൊ ഒന്ന് മാറി നിൽക്കുകയും ചെയ്യാലോ. കല്യാണത്തിന് ശേഷം ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. കുറെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറയാം. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയണം. എന്താ നിനക്ക് ആലോചിക്കാനായിട്ട്? ഒന്നുമില്ല. അതെ, ഇപ്പൊ നീ പോയില്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോഴേ സുധി നിന്നെ കൊണ്ടുപോകും. എങ്ങോട്ടെന്നേ? കാശി രാമേശ്വരത്തിന്. അത് കുറെ വയസ്സും പ്രായമായി കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ ഇനിയിപ്പോ സുധിയുടെ കാശും കൊണ്ട് നിന്നെ കൊണ്ടുപോകുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം ജോലിയും കൂലി ഇല്ലാത്ത അവൻ എങ്ങനെയാ നിന്നെ കൊണ്ടുപോകണമെന്ന് ചോദിക്കാം. ഇത് കേട്ട് സുധിക്ക് സങ്കടമൊക്കെ വന്നു. അപ്പോഴാണ് സുധി അങ്ങോട്ട് കയറിച്ചില്ലെന്ന്. സുധീനെ കണ്ടതും പെട്ടെന്ന് മീരയുടെ മുഖം അങ്ങോട്ട് മാറി. താൻ പറഞ്ഞു നോക്കി ഇനിയിപ്പോ സുധി കേട്ടിട്ടുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു. ആഹാ, സുധി ഇത് എപ്പോ വന്നോ? ഇത് ഞാൻ ഇപ്പൊ വന്നോളെന്ന് പറയണം. പെട്ടെന്ന് ചോദിച്ചു, അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടെന്ന് പറയണം. എന്ത് കാര്യങ്ങൾ കേട്ടെന്ന്? അല്ല, ആ മാഡം വന്നിരുന്നോണ്ട് ഞാൻ. ഓഹോ, അപ്പൊ മാഡം വന്നപ്പോ തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാ പറഞ്ഞു ഇപ്പൊ വന്നല്ലേന്ന് മീര ചോദിക്കുക. അതുകൊണ്ട് എന്താ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടില്ലെന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഞാൻ വെറുതെ തമാശയ്ക്ക്. മനസ്സിലായി. ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കളിയാക്കി പറയുന്നത് കേട്ടെന്ന് പറയാം. അല്ല, ആ മാഡം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ ശ്രുതിന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ അതെ, നമുക്ക് ട്രിപ്പ് പോവാം എന്ന് പറയണ. ട്രിപ്പ് പോവാനാ? അതേന്നെ, ഞാനത് ഉറപ്പിച്ചു. നമുക്ക് പോയേക്കാന്ന് പറയാണ്. അയ്യോ, അതിന് കുറേ പൈസയൊക്കെ ആവില്ലേ? ചെലവിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഞാൻ ഏറ്റു. ആ കാര്യത്തിൽ നിനക്ക് ഒരു ടെൻഷനും വേണ്ടെന്ന് പറയാം. ഇത് കേട്ട മീര പറഞ്ഞു, കണ്ടല്ലോ ശ്രുതിക്ക് നല്ല മൂടാ പോകാനായിട്ട്. ഇനിയിപ്പൊ നീയും കൂടെ സമ്മതിച്ചാൽ മതി. നീ ഒന്ന് സമ്മതിക്ക്, നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വരാൻ പറയണം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ശ്രുതി പറയാണ്. പിന്നീട് കാണിക്കുന്ന വീട്ടിൽ വന്നതിന് ശേഷം ശ്രുതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിയുടെ ആ വിരല് കണ്ടപ്പോൾ ശ്രുതി എന്ത് ചെയ്യണം, പതുക്കെ അതിനായിട്ട് അവന് തോണ്ടു കൊടുക്കണം. എനിക്കിത് വേദന എടുക്കുന്നുണ്ടെന്ന് പറയാണ് ശ്രുതി. വേദന എടുക്കുന്നുണ്ട്, കാര്യമായി പോയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യണം, ആ കൈക്കിട്ട് പിടിച്ച് 2 തട്ട് കൊടുത്തിട്ട് ഓടുവാണ്. ഈ സമയം ശ്രുതി പുറകെ പോയി നിക്കടി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ പിടിക്കാൻ ഓടുവാണ്. അപ്പോഴാണ് ദേവുവിന്റെ വരവ് അങ്ങോട്ട്. ദേവതിക്ക് കയ്യില് മാല ഓർക്കാനുള്ള പൂ കൊടുക്കാനായിട്ട് വന്നായിരുന്നു. പെട്ടെന്ന് ദേവുവിനെ കണ്ടില്ല ശ്രുതി ഓടിച്ചെന്ന് ഒറ്റ ഇടി അങ്ങോട്ട് കൊടുക്കുവാണ്. ദേവുവും പെട്ടെന്ന് വീഴാനായിട്ട് പോയി. ശ്രുതിയുടെ കൈ അങ്ങോട്ട് താങ്ങുകയും ചെയ്തു. നിനക്ക് എന്താ മുഖത്ത് കണ്ടില്ല, നീ ഇത് എവിടെ നോക്കിയാ വരുന്നതെന്ന് ചോദിക്കോ ദേവുവിനോട്. ദേവ് പറഞ്ഞു, ഞാനല്ലല്ലോ, ശ്രുതിയേട്ടനല്ലേ നോക്കാതെ വന്നേ. ശ്രുതിയേട്ടൻ ഇത് എവിടെ നോക്കിയാ ഓടുന്നതെന്ന് ചോദിക്കാം. പിന്നെ ഇനി വന്ന് ഇടിച്ചതും പോരാ, എന്നിട്ട് നീ ഇനിയിപ്പൊ എന്നെ കുറ്റം പറഞ്ഞോളാൻ പറയണം. ഈ സമയം ശ്രുതി വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ നോക്കാതെ വന്നിട്ട് എനിക്കിട്ട് വന്ന് ഇടിച്ചു, എന്റെ കൈ താങ്ങിയെന്ന് പറയണം. നീ എന്താ ദേവു ഇങ്ങനെയൊക്കെ വരുന്നേ? നിനക്കൊന്നും മര്യാദയില്ല ഒരു വീട്ടിലേക്ക് വരുമ്പോ. ഒന്ന് വിളിച്ചിട്ടും പറഞ്ഞിട്ടോ കയറി വരണ്ടേ? ഒരു ഇതുമില്ലാതെ ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് ചോദിക്കാം. ദേവുവിന് വല്ലാത്ത വിഷമമായിപ്പോയി. പെട്ടെന്ന് വാ ശ്രുതിയെന്ന് പറഞ്ഞ് ശ്രുതിനെ വിളിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയം രേവതി അങ്ങോട്ട് വരുന്നേ. രേവതി ചോദിച്ചു, ആഹാ ദേവോ, എന്നാ അവളെ നീത്? അല്ല, പൂ കൊണ്ട തരാൻ വന്നാന്ന് പറയാ. അപ്പൊ നിനക്ക് ക്ലാസ്സിലായിരുന്നോ? ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് നേരത്തെ വന്നു പറയാം. എന്നാ വാ ഇരിക്കാനും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാക്കി ചേച്ചിമാരും കൂടെ പൂവും കൊണ്ട് അങ്ങോട്ട് വരുന്നേ. അപ്പൊ അവര് വന്നിട്ട് ചോദിച്ചു, ആഹാ ഇന്ന് ദേവു നേരത്തെ വന്നോന്ന് ചോദിക്കുക പൂവും കൊണ്ട്. അതെ, എനിക്ക് ക്ലാസ് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നേരത്തെ വന്നാന്ന് പറയാ. രേവതിയോട് ചോദിച്ചു, അല്ല നിന്റെ മറ്റേ അനിയത്തി എന്തിയെന്ന് ചോദിക്കാണ്. ഈയിടെ കല്യാണം കഴിഞ്ഞാണ്? അത് തന്നെ, അവരകത്തുണ്ടെന്ന് പറയണേ. എങ്ങനെയാ അവരുമായിട്ട് കമ്പനി ആയെന്ന് ചോദിക്കും. കമ്പനി ആയെന്ന് വെച്ചാൽ അത്ര പരിചയത്തിലായില്ലെന്ന് പറയാം. അല്ല, ഞങ്ങൾ ഇതിനായിട്ട് വന്നിട്ടൊന്ന് കണ്ടുപോലും ഇല്ല, ഒന്ന് സംസാരിച്ചു പോലും ഇല്ല, അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലെന്ന് ചോദിക്കും. ഇറങ്ങാറുണ്ട്, ഇപ്പൊ അകത്തുണ്ടെന്ന് പറയാം. വലിയ വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും അല്ലേ, അതിന്റെ ഒരു ജാട അഹങ്കാരമൊക്കെ ആയിരിക്കുന്നു അല്ലേന്ന് ചോദിക്കാം. ജാടയൊന്നും ഇല്ലാന്ന് തോന്നിയെന്ന് പറയാം. എന്നാ ശരി, ഞങ്ങൾ പോട്ടേന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ട് പോവാണ്. പിന്നീട് രേവതി ചോദിച്ചു, അല്ല നിനക്ക് ഞാൻ ചായ എടുക്കട്ടെ മോളേന്ന് ചോദിക്കുകയാണ്. ചായ ഒന്നും വേണ്ട ചേച്ചി, എനിക്ക് ഇച്ചിരി വെള്ളം മതി എന്ന് പറയാണ്. അതിന് രേവതി കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക. ദേവ് വെള്ളം കുടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്.
അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. അല്ല, സുധേട്ടന്റെ കയ്യിൽ എന്താ രണ്ട് കെട്ടുള്ളതെന്ന് ചോദിക്കുക. ഇത് കേട്ട രേവതി ഒരു ഒരു പരിങ്ങി. എന്താ ചേച്ചി, എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ചോദിക്കും. അതെ, സച്ചേട്ടൻ പിടിച്ച് ഒടിച്ചു വിട്ടാന്ന് പറയാം. ഒടിച്ചു വിട്ട എന്തിന്? അതൊക്കെ വലിയ കഥയാ എന്റെ മോളെ, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ നല്ലത്. അതെ, അച്ഛനെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു, അതുകൊണ്ട് അത് സച്ചേട്ടന് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ചെയ്താന്ന് പറയണം. പിന്നീട് അന്ന് റെസ്റ്റോറൻറ്റ് വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അന്ന് വഴക്കുണ്ടായതും കൈവിരൽ പിടിച്ചൊടിച്ചു എല്ലാ കാര്യങ്ങളും വിസ്തീരിക്കണം. എന്റെ പൊന്നി ചേച്ചി, എന്നാൽ ഇത് കുറച്ച് കഷ്ടമായി പോയില്ലേ? അതെ അതെ, കഷ്ടമായി പോയി മോളെ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ചേച്ചി പറഞ്ഞേ. കാരണം ആ രണ്ട് വിരലല്ലായിരുന്നു ഒടിക്കണ്ടേ, ആ കൈയും കൂടെ ഒടിക്കണേ. കൂടാതെ അവരുണ്ടല്ലോ, ആ ഭാര്യ, ആ ശ്രുതി, ആ ശ്രുതിയുടെ കൈവിരലും കൂടെ ഒടിച്ചു വന്നായിരുന്നു പറയാ. നീ എന്തൊക്കെയാ പറയണേ? ഇങ്ങനെ പറയാതെ പിന്നെ ഇങ്ങനെ സഹതാപ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അവരുടെ വിരലായിരുന്നു ആദ്യം പിടിച്ച് ഒടിച്ചു വിടണ്ടേ. സച്ചിയാണ് അത് ചെയ്തില്ലല്ലോ. ഞാനുണ്ടായിരുന്നു, ഉറപ്പായിട്ടും അത് ചെയ്തേനും ചേച്ചി എന്ന് പറയാം. ഇതേ പതുക്കെ പറ, ഇവിടെ എങ്ങാനും ആരെങ്കിലും കേട്ടാൽ പിന്നെ അത് മതി. ഞാനെന്തിനാ പേടിക്കുന്നേ? ഞാൻ ഉള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിയാലും തുറന്നു പറയും. എന്നാലും ഇത്രയ്ക്ക് ക്രൂരമാണ് അവരുടെ മനസ്സെന്ന് ചോദിക്കുക. ഇനി അതൊന്നും ഓർത്ത് നീ വീട്ടിൽ ചെന്ന് പറയാനൊന്നും പോകണ്ട കേട്ടോ എന്ന് പറയാം. ഞാൻ പറയാനൊന്നും പോകുന്നില്ല. എന്നാലും ചേച്ചിയും സൂക്ഷിച്ചോ. വന്നിരിക്കുന്ന സാധനം അത്ര ചെറുതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചക്കിക്കത്ത ശങ്കരനെ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാ. സുധിയാടിന് ചേരുന്ന ഭാര്യനെ തന്നെയാണല്ലോ ചേച്ചി കിട്ടിയേക്കണേന്ന് പറയാ. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. അതേ മോളെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. നീ ഇങ്ങനെ ഈ പൂവായിട്ട് നടന്നിട്ട് കാര്യമില്ല. ഞാൻ പഠിക്കണുണ്ട് ചേച്ചി, അറിയാലോ. എന്റെ അവസ്ഥ നിനക്കുണ്ടാവരുത്. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങണം എന്ന് പറയാം. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ദേവ് പോവാണ്. ആ സമയത്ത് രേവതി അകത്തേക്ക് ഇങ്ങ് ചെല്ലുവാണ്. നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നേ. അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ചന്ദ്രമതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രമതി രേവതിനെ കണ്ടപ്പോൾ ചോദിച്ചു, എല്ലാം നീ പറഞ്ഞു കൊടുത്തോന്ന് ചോദിക്കും. എന്താമ്മേ? അല്ല, നിന്റെ വീട്ടുകാരുടെ എല്ലാം പറഞ്ഞു കേൾപ്പിച്ചോ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലോ. ഒന്നും പറയാഞ്ഞിട്ടാണ് നീ ഇപ്പൊ ശ്രുതിയോട്, അല്ല ദേവുവിനോട് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ വിളമ്പിയെന്ന് ചോദിക്കുക. ഞാൻ എന്ത് പറഞ്ഞെന്ന് അമ്മ പറഞ്ഞേ? ഞാൻ കേട്ടറേ എല്ലാ കാര്യങ്ങളും. ശ്രുതിയുടെ വിരൽ എങ്ങനെയാ ഒടിഞ്ഞെന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. മുഖം കണ്ട ഭയങ്കര പാവത്താനെ പോലെ ഇരിക്കും. എന്നിട്ടോ അവള് പറഞ്ഞു കൊടുക്കുന്നത് എന്തോ. അപ്പം രണ്ട് കുടുംബക്കാരും തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നീ കാണിച്ചു കൂട്ടുന്നല്ലേ? അല്ലേലും പറഞ്ഞു കേട്ട് കാര്യമില്ല. നിന്റെ കുടുംബക്കാരെ ഈ വീട്ടിൽ കയറണമെന്ന് പോലെ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ അങ്ങനെ അവരെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് പറഞ്ഞു, അല്ല ദേവ് പൂ കൊണ്ട് തരാൻ വന്ന അമ്മയെന്ന് പറയാം. പിന്നെ കൈവിരൽ എങ്ങനെയാ പോയെന്ന് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞെന്നുള്ളൂ. പിന്നെ പൂ കൊണ്ട് തരാൻ വന്നു പോലും. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എന്തിനാ അവൾ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കാം. അല്ലമ്മേ, ദേവ് പൂ കൊണ്ട് തരാൻ വരുന്ന പോലും. അതെ, അവൾ എന്റെ മോനെ കറക്കിയെടുക്കാൻ വരുന്ന. ആരെയെന്നറിയോ? ശ്രീകാന്തിനെ. ഇച്ചിരി ശൃംഗാരം ഞാൻ കാണുന്നുണ്ട് അവളുടെ. ശ്രീകാന്തിനെ കാണുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീയോ വന്നു എന്നും പറഞ്ഞുകൊണ്ട് നിന്റെ അനീത്യനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരം ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് മനസ്സിൽ നിർത്ത് കളഞ്ഞേക്കാൻ പറയാം. പെട്ടെന്ന് രേവതി പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എന്തായാലും ഞാൻ പറഞ്ഞാല് അമ്മ, അവൾ അങ്ങനെയൊന്നും വിചാരിച്ചു വരുന്നതല്ലാന്ന് പറഞ്ഞല്ലോ. അവൾ അങ്ങനെ ഒരു കുട്ടിയൊന്നും അല്ലാന്ന് പറയാം. പിന്നെ അങ്ങനെയുള്ള കുട്ടിയല്ല പോലും. ഏതാ കുട്ടി പോലും? അവളാണെങ്കിൽ കല്യാണപ്രായം കഴിഞ്ഞിരിക്കുന്ന പെണ്ണ, എന്നിട്ട് അവള് കുട്ടിയാണ് പോലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെ അവളോട് ഇവിടെ കയറി ഇറങ്ങണമെന്ന് പറഞ്ഞേക്കണം. അവിടെ ഒരു പൂക്കച്ചവടം പോലും, പൂമാല കെട്ടലൊക്കെ അവിടെ നിന്റെ കടയാ മതി. ഇവിടെ അത് വേണ്ട. ഇനി പൂവും കൊണ്ട് അവൾ ഇങ്ങോട്ട് വന്ന് കണ്ടേക്കളെന്ന് പറയാം. ഇപ്പൊ നീ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും എന്റെ ഭർത്താവിനെ പറഞ്ഞാൽ മതി. പിന്നെ അത് മാത്രമല്ല, നിന്റെ അച്ഛനുണ്ടല്ലോ, അങ്ങേരം പറയണം. അങ്ങേരെ എനിക്ക് തോന്നുന്നു വളരെ തന്ത്രപരമായിട്ടാണ് നീങ്ങിയെന്ന് എനിക്ക് തോന്നേ. കാരണം ഇങ്ങേരുടെ രവിയേട്ടന്റെ വണ്ടിയുടെ മുന്നിലേക്ക് അങ്ങേര് വന്ന് ചാടിയത് മനഃപൂർവ്വം. കാരണം അയാൾക്കറിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പെമ്മക്കളുണ്ടല്ലോ, ഇവിടെ ആണെങ്കിൽ ആമ്പിള്ളേരുണ്ട് താനും, അങ്ങനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരും. അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു അവസാനം അങ്ങേരുടെ കൈ കൊടുത്ത് രവിയേട്ടൻ വാക്ക് കൊടുക്കുകയും ചെയ്തില്ലേ. എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. മനഃപൂർവ്വം നിന്റെ അച്ഛൻ കരുതി കൂട്ടി ചെയ്താ എന്റെ രവിയേട്ടന്റെ വണ്ടിയുടെ മുന്നിൽ ചാടിയെന്ന് പറയാം. ഇത് കേട്ട രേവതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ബാക്കി ആരെ പറഞ്ഞാലും സഹിക്കും. അച്ഛനെ പറഞ്ഞാൽ മാത്രം സഹിക്കില്ല. അതും മരിച്ചുപോയ അച്ഛനെ കുറിച്ചാണ് ഇങ്ങനെ പറയണേ. പെട്ടെന്ന് രേവതി പറഞ്ഞു, അതെ എന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു, എന്നെ കുറിച്ച് പറഞ്ഞു, പക്ഷെ എന്റെ അച്ഛനെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിപ്പോയേക്കളെന്ന് പറയണം. പിന്നെ നിന്റെ അച്ഛനെന്നാ അത്രയ്ക്ക് വലിയ പുണ്യാളനാണോ? അതെ, എന്റെ അച്ഛൻ പുണ്യാളൻ തന്നെയാന്ന് പറയണം. പിന്നെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഒരു കാരണവശാലും ഈ കുടുംബത്തിലേക്ക് വരില്ലായിരുന്നു പറയാം. അതെ, അങ്ങനെയാണ്, നീ കുടുംബത്തിലേക്ക് വരില്ല. ഏതൊരു ഒരു പൂക്കളക്കാരനെ കെട്ടി അങ്ങനെ നിന്റെ ജീവിതം തീർന്നേനം. ഇപ്പൊ നിനക്ക് രാജയോഗല്ലേ കിട്ടിയിരിക്കുന്നു പറയാം. ദേമ്മേ, ഞാൻ പറഞ്ഞ അനാവശ്യം പറയലെന്ന്. പിന്നെ അനാവശ്യം നിനക്കൊക്കെ കാണിക്കല്ലേ? എടി, നിനക്കൊക്കെ ഈ പൂമാല കെട്ടിയിരിക്കുന്ന സമയത്ത് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? കുടുംബം മൊത്തം പൂമാല കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിനേക്കാൾ നല്ല വേറെ എത്രയോ നല്ല പണികളുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഈ കുടുംബത്തെ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കുവാണെന്ന് നിനക്ക് കൊള്ളാം. ഇനി നീ ഈ കുടുംബത്തെ ഭരിക്കാൻ വന്നാണ്ടല്ലോ, ഇനി പുറത്തായിരിക്കും നിന്റെ സ്ഥാനം. നിനക്കൊരു ഭാവമുണ്ട്. സച്ചി ഇപ്പം നിന്നെ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നൊക്കെ.
അവന്റെ സ്വഭാവം അറിയാലോ, അവൻ ഏത് സമയത്താ മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാ. രേവതിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം വരുന്നത്. തന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ വയ്യാതെ രേവതി മുറിയിലേക്ക് വന്നിരുന്ന് പൊട്ടിക്കരയുവാണ്. എന്നിട്ട് രേവതി ഇത് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങി പോവാണ്. നേരെ പോകുന്ന ക്ഷേത്രത്തിലേക്കാ പോകുന്നത്. എങ്ങോട്ടാ പോണേന്ന് പോലും രേവതിക്ക് ഒരു ബോധമില്ലായിരുന്നു. വീട് വിട്ടങ്ങോട്ട് ഇറങ്ങി പോവാം. അങ്ങനെ നേരെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് കടയില് ദേവും ചന്ദ്രമതിയും ഉണ്ടായിരുന്നു പൂക്കടയില്. അവര് നോക്കിക്കഴിഞ്ഞപ്പോ രേവതി വരുന്നുണ്ട്. അതേ മോളെ, രേവതിയാണല്ലോ വരുന്നേ, എന്നെ കാണാനായിരിക്കും വരുന്നതെന്ന് പറഞ്ഞ് അങ്ങ് ചെല്ലുവാണ്. പക്ഷെ രേവതി മൈൻഡ് ചെയ്ത് പോല. രേവതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. മോളെ രേവതി എന്നൊക്കെ വിളിച്ചോണ്ട് ലക്ഷ്മിയമ്മ പുറകെ ചെല്ലുന്നുണ്ട്. പക്ഷെ ഈ രേവതി നിൽക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ദേവുവിനോട് പറഞ്ഞു, എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നല്ലോ, അവള് വിളിച്ചിട്ട് നിൽക്കുന്നില്ലോ എന്ന് പറയാണ്. രേവതി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് അങ്ങോട്ട് പോയി ഇങ്ങനെ ആ പോക്ക് കണ്ടപ്പോ തന്നെ തിരുമേനി അങ്ങോട്ട് വന്നു. തിരുമേനി ചോദിച്ചു, ആഹാ മോളെ രേവതി എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. രേവതി പക്ഷെ മൈൻഡ് ചെയ്തില്ല. പെട്ടെന്ന് ലക്ഷ്മിയോട് ചോദിച്ചു, എന്ത് പറ്റി രേവതി, മുഖം എന്താ വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കും. എന്താണെന്ന് അറിയില്ല തിരുമേനി, ഞാൻ അന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ്. അങ്ങനെ രേവതി അങ്ങോട്ട് പോയി. രേവതി അങ്ങോട്ട് പോയിട്ട് അവിടെ ആ പൈപ്പിന്റെ ചോട്ടിലുള്ള ബക്കറ്റും കുറെ വെള്ളം ഉണ്ടായിരുന്നു. അത് തല വഴി അങ്ങോട്ട് ഒഴിച്ചു. പുറത്ത് വെച്ചിട്ട് ഒഴിച്ചു. ഇത് കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് ദേവ് വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി, ചേച്ചി എന്താ കാണിക്കണേന്ന് ചോദിക്കാണ്. രേവതി നിന്നില്ല. രേവതി മൈൻഡ് ചെയ്ത് പോലും ചെയ്തില്ല. പെട്ടെന്ന് ലക്ഷ്മിയമ്മ വന്നിട്ട് രേവതിനെ കയ്യിലേക്ക് പിടിക്കുകയാണ്. എന്താ മോളെ, നീ എന്താ കാണിക്കണേന്ന് ചോദിക്കുകയാണ്. പക്ഷെ രേവതി എന്ത് ചെയ്യുവാണ്, അതേപടി തന്നെ വന്നിട്ട് ക്ഷേത്രത്തിന് ചുറ്റും അങ്ങോട്ട് കിടന്ന് ശയനപ്രദക്ഷിണം നടത്തുവാണ്. ശയനപ്രദക്ഷിണം നടത്തുന്ന കാഴ്ച കണ്ട് ഞെട്ടി തരിച്ച് നിൽക്കുക ലക്ഷ്മിയമ്മേ ദേവും. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു നിമിഷം. പക്ഷെങ്കില് രേവതിനെ ആണെങ്കിൽ മോളെ എഴുന്നേക്കാനൊക്കെ പറഞ്ഞ് രേവതി എഴുന്നേറ്റില്ല. രേവതി ഇങ്ങനെ ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുക. ദേവുവിന് മനസ്സിലായത് അപകടമാണല്ലോ എന്നുള്ള. പെട്ടെന്ന് ലക്ഷ്മിയമ്മ ദേവുവിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, സച്ചിനെ വിളിച്ച് വിവരങ്ങൾ പറയാണ്. ദേവു പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുവാണ്. താഴേക്ക് ഇറങ്ങി വന്നിട്ട് സച്ചിനെ ഫോൺ വിളിക്കുക. സച്ചിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല. സച്ചി വന്നു കഴിയുമ്പോൾ രേവതി എന്താ പറയണെന്നും അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, ഇനി ചന്ദ്രമതിക്ക് മിക്കവാറും പൊങ്കാലയായിരിക്കും നടക്കാൻ പോകുന്നത്. ചന്ദ്രമതിയുടെ മേലെ ഉറപ്പായിട്ട് സച്ചി സംഹാര നാടകവും ആടും. രേവതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവർ രണ്ടും ഒന്നാന്നൊക്കെ ഉണ്ട്. ഇതോടുകൂടി സച്ചിയുടെ മനസ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന ദിവസം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.